മിശിഹായെ പ്രിയമുള്ളവർ, പരിശുദ്ധ തിരുനാളിന്റെ തിരുനാളാണ്. ആ തിരുനാളിന്റെ മംഗളങ്ങളൊക്കെ സ്നേഹത്തോടെ എല്ലാവർക്കും നേരുകയാണ്. ഇന്നത്തെ സുവിശേഷം പറയുന്നത് പോലെ ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. അവരുടെ വിഷമം കൊണ്ടാണ് ആ സമയത്ത് പറ്റത്തില്ല. ഇതുപോലെ തന്നെ ഉൾക്കൊള്ളുന്ന വിഷമമുള്ള ഒരു കാര്യമാണ് പരിശുദ്ധത്വം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ത്രിത്വത്തിൽ 3 ആളുകളുണ്ട്. അവർ വ്യതിരിക്തരാണ്, അതേസമയം തന്നെ അവർ ഒന്നാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഒരു പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, പരിശുദ്ധത്വത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. ഈ സ്നേഹത്തെ മനസ്സിലാക്കുക, ആ സ്നേഹം ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവുക. എവിടെ ചെന്നാലും സ്നേഹിക്കാനായിട്ട് മടി കാണിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പരിശുദ്ധത്തെ നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം യോഹന്നാൻ പറയുന്നു, വിശുദ്ധ യോഹന്നാൻ പറയുന്നു, ദൈവം സ്നേഹമാണ്. ഈ പരിശുദ്ധത്തെ ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വ്യക്തികൾ പരിശുദ്ധത്തെ അവരുടെ ജീവിതത്തിൽ അവർ പ്രസരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഞാൻ ഇന്ന് ഈ പരിശുദ്ധത്തെ പറ്റി അല്ല സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. പരിശുദ്ധത്തെ പറ്റി സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയൊക്കെ പറയാനുള്ളൂ. മനസ്സിലാക്കുക, ഉൾക്കൊണ്ട് നമ്മളൊന്ന് അല്പസമയം ചിന്തിക്കുന്ന വിഷയം മനുഷ്യ ജീവിത നിസ്സാരതയാണ്. എന്താണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം? എന്താണത്? ഒരു സ്വരമല്ലോ. നമ്മൾ എന്താണ് ചിന്തിക്കുന്ന വിഷയം? മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരതയാണ്. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദില് പ്ലെയിൻ അപകടമുണ്ടായി. എത്ര പേര് മരിച്ചു? നിങ്ങൾ പറ. സ്വരമില്ല. ഞാൻ നമ്പർ കൃത്യമായിട്ട് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു 300 പേര് മരിച്ചു അല്ലേ? 100 കണക്കിന് മനുഷ്യരാണ് മരിച്ചത്. അപ്രതീക്ഷിതമായ മരണം. നമ്മൾ അതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ദിവസം എന്തെല്ലാം പ്രതീക്ഷകളുണ്ടായിരുന്ന ആളുകൾ, എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്ന ആളുകൾ, ഒറ്റ നിമിഷമുണ്ട് എല്ലാം പോയി. എന്തോരം കഷ്ടപ്പാട് സഹിച്ച് നമ്മൾ ചില തലങ്ങളിലേക്ക് എത്തുന്ന, എന്തോരം ദുരിതങ്ങൾ അനുഭവിച്ചിട്ട ജീവിതം നമ്മൾ ഒരു തലത്തിലേക്ക് എത്തിക്കുന്നത്. എല്ലാം ആയി വരുമ്പോൾ ഒറ്റ നിമിഷങ്ങൾ മരണം അതെല്ലാം നശിപ്പിക്കും. പലപ്പോഴും ഈ കടൽ തീരത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് അല്ലേ, കടലമ്മ കള്ളി എന്നൊക്കെ എഴുതി വയ്ക്കും അല്ലേ? ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എഴുതാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുതി വയ്ക്കും. കുറേ സമയത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഇങ്ങനെ മണൽ ഇങ്ങനെ കൂട്ടി ചിത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ശില്പങ്ങളൊക്കെ നമ്മളുണ്ടാകും. പക്ഷെ എന്ത് സംഭവിക്കും? കുറച്ച് ചെയ്യുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ഒരു വലിയ നിര വന്ന് ഇതെല്ലാം നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം നടന്ന ആ മരണത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില ചിന്തകളുമായിട്ട് പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ. മരിക്കാനാണോ മനുഷ്യൻ ജീവിക്കുന്നത്? അതോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മരണം ആണ്? എന്താണ് ദൈവം മിണ്ടാതിരിക്കുന്നത്? എന്താണ് ദൈവം ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള മരണങ്ങളെ പറ്റി ഇന്നാണ് നമ്മൾ അല്പസമയം ചിന്തിക്കുന്ന വിഷയം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ശ്രദ്ധിക്കുക. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പിലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവരെ അറിയിച്ചു. അവർ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചിട്ടുള്ളവർ മറ്റുള്ള ഗലീലിയക്കാരേക്കാൾ കൂടുതലായി പാപികളായിരുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിപ്പിക്കും. അഥവാ സിലോഹായ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ നശിപ്പിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഗലീലിയക്കാരായ ആളുകൾ അവിടെ
ഗെരിസിം മലയിൽ ഇതിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഗെരിസിം മലയിൽ സമരിയക്കാരുടെ ആരാധനയിൽ പങ്കെടുക്കാൻ വന്നവരാ. അവരെ പിലാത്തോസ് വധിക്കുകയും അവരുടെ രക്തം ബലി കളർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനെപ്പറ്റി ഒരു ചരിത്ര വിവരം പറയുന്നത്. അതുപോലെ തന്നെ സിലോഹ കുളത്തിനടുത്തുള്ള ഒരു പഴയ ഗോപുരമാണ് ഇടിഞ്ഞു വീഴുന്നത്. ആ ഗോപുരത്തിനടിയിൽ കഴിഞ്ഞിരുന്ന ആളുകൾ പെട്ടെന്ന് മരിക്കുകയുണ്ടായി. അപ്രതീക്ഷിതമായ മരണമാണ് ഈ രണ്ടു കൂട്ടർക്ക് സംഭവിച്ചത്. ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള പരാമർശം നടത്തുമ്പോഴാണ് ഈശ്വരൻ പറയുന്നത്, അവർ പാപികളൊന്നും അവർ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പോലെ മരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട്. എന്താണ് ഈ ഈശോയുടെ ഈ മനോഭാവമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരം മരണങ്ങൾ കാണുന്ന വിഷമമുണ്ട്, ദുഃഖമുണ്ട്, ഞെട്ടലുണ്ട്. പക്ഷേ ഈശോ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നത് മരണം കള്ളനെ പോലെ വരും. അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ദൈവവചനം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നത് മനസ്സിലാക്കി നല്ലതാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്രതീക്ഷിതമായ മരണം സംഭവിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവ് ദൈവവുമായി ഐക്യത്തിലല്ലെങ്കിൽ അത് അവന് കെണിയായി മാറും. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ മനസ്സിലാക്കുന്നത്. അപ്രതീക്ഷിതമായ മരണം സംഭവിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവ് ദൈവവുമായി ഐക്യത്തിലല്ലെങ്കിൽ ആ മരണം അവന് കെണിയായി മാറും. ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 34 മുതൽ 35 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വേഗത. ലേഖനം വായിച്ചപ്പോൾ ചില കാര്യങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അത്തരത്തിൽ പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് മരണം ഒരു കെണിയാണ്. 1 തെസ്സലോനിക്ക 5 അധ്യായം 1 മുതലുള്ള വാക്യങ്ങള് കുറച്ചും കൂടി ഇവിടെ പൗലോസ്ലീഹയെ പറ്റി വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്താണത് ശ്രദ്ധിക്കുക. സഹോദരനെ, സമയങ്ങളെ കാലങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രി കള്ളനെന്ന പോലെ കർത്താവിന്റെ വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. സമാധാനം വന്നുതീരും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാവുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ ലഭിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. എന്നാൽ സഹോദരനെ, ആ ദിവസം കള്ളനെന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടുവാൻ ഇടയാക്കാറുണ്ട്. നിങ്ങൾ അന്ധകാരത്തല്ല കഴിയുന്നത്. അതെ, ശ്രദ്ധിച്ച്, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടികൂടാതിരിക്കാൻ നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. അന്ധകാരത്തിലാണ് കഴിയുന്നതെങ്കിൽ കള്ളനെപ്പോൾ തന്നെ പിടിക്കും, നിങ്ങൾക്കത് കെണിയായി മാറും. അന്ധകാരത്തിലല്ല നിങ്ങൾ കഴിയുന്നത്. അതിന് ഇനി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താണ്? നിങ്ങളെല്ലാവരും പ്രകാശത്തിന്റെയും പകലിന്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങി കഴിയാത്തത് നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം എന്ന് പറയുന്നത് സെമിറ്റിക് ഭാഷാ ശൈലിയാണ്. അതിന്റെ അർത്ഥം നീതിയുടെ മക്കളായിട്ട് ജീവിക്കുക, സത്യത്തിന്റെ മക്കളായിട്ട് ജീവിക്കുക, നന്മയുടെ മക്കളായിട്ട് ജീവിക്കുക, പകലിന് യോജിച്ചിരുന്ന നമുക്ക് പെരുമാറാന്നാണ് നമ്മുടെ പൗലോസ് പറയുന്നത്. പകല് സുബോധം എന്ന് പറയുന്ന അർത്ഥം ഇതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ പെട്ടെന്ന് തീരുമ്പോൾ ഞെട്ടലാണ് നമുക്കുണ്ടാകുന്നത്, വിഷമമാണ് നമുക്കുണ്ടാകുന്നത്, ദുഃഖമാണ് നമുക്കുണ്ടാകുന്നത്. പക്ഷെ ആഴത്തിൽ വചനത്തെ അറിയുന്ന മനുഷ്യന്, ദൈവാത്മാവ് നയിക്കപ്പെടുന്ന മനുഷ്യന് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖമാണ്, നിരാശയാണ്. എങ്കിലും കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ചിന്താഗതിയായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത് കാര്യം മനസ്സിലാക്കുക. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിലല്ല, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കാനുള്ളതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക.
ഹെബ്രായർക്കുള്ള ലേഖനം 13-14. നമ്മളിവിടെ കുഞ്ഞുങ്ങളെ വളർത്തി, മക്കളെ വളർത്തി, പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ നേടി, ജോലിയൊക്കെ സമ്പാദിച്ച്, ഏക്കർ കണക്കിന് സമ്പത്തൊക്കെ ഉണ്ടാക്കി, വണ്ടി വാങ്ങി, സ്വർണം സൂക്ഷിച്ച് അങ്ങനെ ഇങ്ങോട്ട് പോകേണ്ടതല്ല നമ്മുടെ ജീവിതം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഹെബ്രായർക്കുള്ള ലേഖനം 13-14 എന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്നില്ല, വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനിരിക്കുന്ന നഗരത്തെയാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മുടെ യാത്രയാണോ ഒരു യാത്രയിൽ നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് സ്വന്തമാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള മരണങ്ങൾ ധാരാളമായിട്ട് സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടവക്കാരനായിട്ടൊരു സഹോദരനായിട്ട് സംസാരിച്ചപ്പോൾ 2006 അതേ വേളാങ്കണ്ണിയിലായിരുന്നു. ആ സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി, സുനാമി ഉണ്ടായ സമയം. അതേ പറയണം, അച്ഛാ ഒരു എന്താ പറയുക, ഒരു 10 മിനിറ്റിനുള്ളിലാണ് ഞാൻ നോക്കുകയും ചുറ്റുപാട് മൃതദേഹങ്ങൾ ചിതറി കിടക്കണം. പള്ളിയിലുള്ളിലേക്ക് വന്നില്ല, വെള്ളം ചുറ്റുപാടുകളിൽ കിടക്കാണെന്ന് അദ്ദേഹം കണ്ടോ. ഒറ്റ നിമിഷം കൊണ്ടാണ് അതൊക്കെ എല്ലാം സംഭവിക്കുന്നത്. ഇതുപോലെ ഒത്തിരി കഴിഞ്ഞ ദിവസം നിശാ ക്ലബ്ബ് തകർന്നു വീണ് മെക്സിക്കോയിലോ ഏതാണ്ട് 150 പേരും മരിച്ചു. പത്രത്തിൽ നിന്നൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. എന്നാണ് എൻ്റെ മരണം എന്ന് പറയാൻ പറ്റില്ല, എന്നാണ് നമ്മുടെ മരണം എന്ന് പറയാൻ പറ്റുന്നില്ല. പല രീതിയിലായിരിക്കും മരണം ഉണ്ടാകുന്നത്. ഭീഭത്സമായ രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ മരിക്കാൻ പോകുന്നത്, പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എത്തരത്തിലുള്ള രീതികളിൽ നമ്മൾ മരിച്ചാലും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായിട്ട് ദോഷന്മാർ കരുതി അവരുടെ മരണം പീഡനമായിട്ടും അവരുടെ നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായിട്ടും അവർ കണക്കാക്കി. എന്നാൽ അവരാകട്ടെ ശാന്തി അനുഭവിക്കും. അപ്പം ഈ പ്ലെയിൻ ക്രാഷ് നടന്നു, പ്ലെയിൻ കത്തി, അവർ ഭീകരമായ രീതിയിൽ മരിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവരെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ ശാന്തി അനുഭവിക്കുന്നുണ്ട് എന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. ഇന്ന് കാറ്റഗിസം നമ്മുടെ ഇടവകയിൽ കൃത്യമായിട്ട് ആരംഭിക്കുന്ന ദിവസമായതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇന്നത്തെ കഴിഞ്ഞ ദിവസം നടന്ന ആ കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1872 പ്രകാരം പറയുകയാണ്, സകല മനുഷ്യർ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ്, ദൈവത്തിലേക്ക് തന്നെ. എന്താണ് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്? നമ്മളെ സകല മനുഷ്യർ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ്, ദൈവത്തിലേക്ക് തന്നെ. അപ്പോൾ ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാവങ്ങൾ സ്വീകരിച്ച് സ്വന്തമാക്കി അവരുടെ വചനങ്ങളനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഈ മരണത്തെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് നിമിഷവും അത് സംഭവിച്ചാലും ഞാൻ റെഡി. കാരണം എൻ്റെ ദൈവത്തിൽ എനിക്കെത്താനുള്ള ഒരു മാർഗമാണത്. ദൈവമാകുന്ന സൗഭാഗ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്ന ഒരു വഴിയാണത്. ഇതാണ് ദൈവഭക്തനായ ഒരു വ്യക്തിക്ക് മരണം സമ്മാനിക്കുന്ന കാര്യം, നിത്യസൗഭാഗ്യം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഭയാനകമായ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നത്. മരണം മനുഷ്യരെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈശോ പറയുന്നത് ഞങ്ങൾ ഓർക്കുകയാണ്, മരണമേ നിന്റെ ദംശനങ്ങളുടെ. യേശുവിൽ ജീവിക്കുന്നവൻ മരണത്തെ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം അവൻ പരിശുദ്ധാത്മാവിൽ ഐക്യപ്പെട്ട് ജീവിക്കുന്നതാണ്. നിത്യജീവിതം ലക്ഷ്യം വെച്ചവൻ ജീവിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറിവ് ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ധീരതയോടുകൂടി തുടർന്നും മുന്നോട്ട് പോകട്ടെ. നല്ല ക്രൈസ്തവരായി പരിശുദ്ധാത്മാവിൽ ഐക്യപ്പെടുന്നവരായി ഇത് പിതാവ്